രാജ്യത്തെ ഏറ്റവും വലിയ ഐ.ടി. കമ്പനിയായ ടി.സി.എസ് അവരുടെ ജീവനക്കാരിൽ 2% ആളുകളെ പിരിച്ചുവിടുകയാണ്. 2% എന്ന് പറയുമ്പോൾ ചെറിയ സംഖ്യയല്ല. ഏകദേശം 20,000-ഓളം ജീവനക്കാരുണ്ടാകും. കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉള്ളവരുടെ അടുത്ത്, പ്രത്യേകിച്ച് ഐ.ടിയിൽ വർക്ക് ചെയ്യുന്നവരുടെ അടുത്ത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ അവർ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനി ഇൻഷുറൻസ് തരുന്നുണ്ട്. അതായത് അവർക്കൊരു കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആവശ്യമില്ല എന്ന്. അപ്പോൾ നമ്മൾ പലപ്പോഴും അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്താണ് കോർപ്പറേറ്റ് ഇൻഷുറൻസ് എന്നും എന്താണ് റീറ്റെയിൽ ഇൻഷുറൻസ് എന്നും. ഇതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ അതിന്റെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇവിടെ ടി.സി.എസിൽ മാത്രമല്ല, നിരവധി ഐ.ടി മേഖലകളിൽ ഇത്തരം പിരിച്ചുവിടലുകൾ ഇനിയും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇത്തരമൊരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ നിലവിലെ കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉള്ള എംപ്ലോയീസിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. കോർപ്പറേറ്റ് ഇൻഷുറൻസിന്റെ ഗുണവശം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇതിന് പലപ്പോഴും വളരെ തുച്ഛമായൊരു പ്രീമിയം മാത്രം നമ്മൾ നൽകിയാൽ മതിയാവും. ചിലപ്പോൾ എംപ്ലോയർ തന്നെയായിരിക്കും നമുക്ക് വേണ്ടി ഈ പോളിസി എടുത്ത് നൽകുകയും ചെയ്യുന്നത്. ഇത്തരം ഇൻഷുറൻസുകൾക്ക് യാതൊരുവിധ വെയിറ്റിംഗ് പീരീഡും ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ മെറ്റേണിറ്റി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വലിയ വെയിറ്റിംഗ് പീരീഡുകളൊന്നും ഉണ്ടാകാറുമില്ല. ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു റീറ്റെയിൽ പോളിസി എടുക്കാൻ മുതിരാത്തത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്നാണോ ആ കമ്പനിയിൽ നിന്ന് പോരുന്നത്, അല്ലെങ്കിൽ ടി.സി.എസിൽ സംഭവിച്ചതുപോലെ ഒരു പിരിച്ചുവിടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസും മുടങ്ങുന്നതാണ്. ഈ പോളിസി നമുക്കൊരു റീറ്റെയിൽ പോളിസിയിലേക്ക് മാറ്റാൻ കഴിയില്ല എന്ന് പലർക്കും അറിയില്ല. കാരണം ഈ പോളിസിയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ആ കമ്പനിയായിരിക്കും. നിങ്ങൾ എന്നാണോ അവിടുന്ന് പോരുന്നത് അന്ന് തന്നെ ഈ സർവീസുകളെല്ലാം തന്നെ നിലയ്ക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വേണമെങ്കിൽ 1 എന്ന് തുടങ്ങണം. നിങ്ങൾ കമ്പനിയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷമോ അല്ലെങ്കിൽ ഇത്തരം ഒരു പിരിച്ചുവിടലിന് ശേഷമോ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുമ്പോഴും കുറേ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടാൻ വഴിയുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കുറേയധികം വെയിറ്റിംഗ് പീരീഡുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു റീറ്റെയിൽ പോളിസി എടുത്ത് 30 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് രോഗങ്ങൾക്ക് കവറേജ് കിട്ടിത്തുടങ്ങുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത്തരം രോഗങ്ങൾക്ക് സാധാരണഗതിയിൽ 3 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും കവറേജ് ലഭിക്കുക. ഇവിടെയും മറ്റൊരു പ്രശ്നം കൂടി കടന്നു വരാം. അതായത് നിങ്ങൾ ഈ കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മേജർ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റീറ്റെയിൽ പോളിസി ലഭിക്കുക തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഒരുപക്ഷെ കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും വലിയ രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്ലെയിം ലഭിച്ചു കാണും. എന്നാൽ നിങ്ങൾ ഒരു റീറ്റെയിൽ പോളിസി എടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് പോളിസി ലഭിച്ചെന്ന് വരത്തില്ല. ഇത് മാത്രമല്ല, ഇതിനു പുറമെ മറ്റൊരു വെയിറ്റിംഗ് പീരീഡ് കൂടി നിങ്ങൾക്ക് ബാധകമായിരിക്കും. അതാണ് സ്പെസിഫൈഡ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ്. ഇത് നിങ്ങൾക്ക് രോഗമുണ്ടോ രോഗമില്ലയോ എന്ന് നോക്കാതെ തന്നെ വരുന്ന ഒരു വെയിറ്റിംഗ് പീരീഡാണ്. സാധാരണഗതിയിൽ 2 വർഷമാണ് ഇത്തരം സ്പെസിഫൈഡ് ഡിസീസിന് വരുന്ന വെയിറ്റിംഗ് പീരീഡ്. ഇതിന് ഉദാഹരണങ്ങളാണ് ഹെർണിയ, കാറ്ററാക്ട്, കിഡ്നി സ്റ്റോൺ, വെരിക്കോസ് വെയിൻ, ENT പ്രോബ്ലംസ്, തൈറോയിഡ് തുടങ്ങിയവയൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നിങ്ങളിപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നയാളാണെങ്കിൽ നമ്മുടെ ജോലി സുരക്ഷിതമാണ് എന്ന് നമ്മൾ കരുതിയാൽ പോലും നമ്മളൊരു റീറ്റെയിൽ പോളിസി തീർച്ചയായും എടുത്തിരിക്കുക. ഒരുപക്ഷെ നമ്മൾ അവിടെ നിന്ന് റിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ടി.സി.എസിൽ സംഭവിച്ചതുപോലെ ഒരു പിരിച്ചുവിടൽ നാളെ ഉണ്ടായേക്കാം. ഇത്തരം സിറ്റുവേഷനിൽ നമ്മളും നമ്മുടെ കുടുംബവും സുരക്ഷിതമായിരിക്കാൻ നേരത്തെ തന്നെ ഒരു റീറ്റെയിൽ പോളിസി എടുത്തു വെച്ചിരിക്കേണ്ടതാണ്. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി അറിയണമെങ്കിൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് വിശദമായൊരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ സർവ് എന്ന യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ ഫോളോ ചെയ്യുക.